കൊള്ളാം. അത് മൂക്കല്ല. അയ്യോ. നിങ്ങൾക്ക് 1 കിലോ തക്കാളിയുടെ വില അറിയോ? പോട്ടെ, ഉള്ളിയോ പച്ചമുളകിൻ്റെ വില അറിയോ? അറിയില്ലെങ്കിൽ കുഴപ്പമില്ല ഗൈസ്, എനിക്കും അറിയില്ല. കാരണം നാട്ടിലിരുന്നാകുമ്പോൾ അമ്മയായിരുന്നെല്ലാം വാങ്ങിച്ചുകൊണ്ടായിരുന്നത്. പക്ഷെ കുഴപ്പമില്ല, ഇന്ന് ഞാൻ നിങ്ങൾക്ക് സിഡ്നിയിലെ മാർക്കറ്റ് കാണിക്കാൻ പോകുന്നത്. ഇവിടുത്തെ പച്ചക്കറിയും മീനും ഒക്കെ കാണിക്കാം, ഇവിടുത്തെ ക്വാളിറ്റിയും പ്രൈസൊക്കെ കാണാം. അപ്പോൾ നമ്മുടെ ലൈഫ് ഇൻ ഓസ്ട്രേലിയ സീരീസിലെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ സച്ചിൻ. ലെറ്റ്സ് റോൾ. ഇന്ന് മാർക്കറ്റിലേക്ക് നമ്മളെ കൂടെ ഒരാളും കൂടിയുണ്ട്. അച്ചു, ഹായ് പറ. നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് 5 മിനിറ്റ് വാക്കാണ് ഇവിടത്തേക്കുള്ളത്. അപ്പോൾ നമ്മളെ കൂടെ ഇന്ന് ഒരാളും കൂടിയുണ്ട്. നമ്മളെ വണ്ടി ഒരു 2 വീലറാണ്, ഞാൻ കാണിച്ചു തരാം. ഇതാട്ടോ നമ്മുടെ 2 വീലർ. ഇതിലാണ് നമ്മൾ സാധനം കൊണ്ടുവരുന്നത്. കാരണം എല്ലാ വെജീസും തൂക്കിക്കൊണ്ട് വരാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിലാകുമ്പോൾ ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടുവരാം. ഇവിടെ ട്രെയിനിൻ്റെ ആക്സസിബിലിറ്റി ഉണ്ട് കേട്ടോ. ട്രെയിന് നമുക്ക് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി തന്നെ ഒരു 5 മിനിറ്റ് വാക്ക് ചെയ്താൽ നമുക്ക് മാർക്കറ്റിലേക്ക് എത്താം. ഇവിടെ ആട്ടോ മാർക്കറ്റിൻ്റെ എൻട്രൻസ്. ഇവിടെ പാർക്കിംഗ് അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ $2 കൊടുത്ത ശേഷം നമ്മൾ എൻ്റർ ചെയ്യുന്നതാണ്. ഇതാണ് ഇവിടുത്തെ മൾട്ടി ലെവൽ പാർക്കിംഗ്. സിഡ്നി പാഡീസ് മാർക്കറ്റ് സാറ്റർഡേ ആണ് ഓപ്പൺ ഉണ്ടാവുക. സാറ്റർഡേ രാവിലെ 6 മണി തൊട്ട് ഉച്ച 2 മണി വരെ ഓപ്പൺ ആണ്. രാവിലെ വന്നതുകൊണ്ട് വലിയ തിരക്കില്ല കേട്ടോ. ഒരു 12 മണിയൊക്കെ ആകുമ്പോഴാണ് തിരക്ക് കൂടുക. കാരണം ആ സമയത്ത് നല്ല ഡിസ്കൗണ്ട്സിന് വെജിറ്റബിൾസൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഷോപ്പിംഗ് തുടങ്ങാം. ആദ്യം തന്നെ ഉള്ളി വാങ്ങാം. 2 ടൈപ്പ് ഉള്ളി ഉണ്ട് കേട്ടോ. ബ്രൗൺ ഉള്ളിയുണ്ട്, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ സ്പാനിഷ് ഉള്ളി. അപ്പോൾ ഇതിന് $12 ആട്ടോ 5 കിലോന്. ഇതിനാണെങ്കിൽ $7 ഉള്ളൂ. ഇവിടെ വരുമ്പോൾ ക്യാഷ് കയ്യിൽ കരുതേണ്ടതാണ്. കാരണം ഇവിടെ കാർഡ്സ് ഒന്നും അക്സെപ്റ്റ് ചെയ്യില്ല. അഥവാ ക്യാഷ് എടുക്കാൻ മറന്നാൽ തന്നെ ഇവിടെ ATM ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. ഇവിടെ പലതരം പച്ചക്കറികളുണ്ട് കേട്ടോ, നമുക്കതൊക്കെ കാണാം. തക്കാളിക്ക് ഈ ബോക്സ് മൊത്തത്തിന് $15. ഇതൊരു 10 kg വരുമായിരിക്കും. ഗൈസ്, കുക്കുംബർ $10 കുക്കുംബർ. ഇതൊക്കെ എന്താണാവോ സാധനം, അറിയില്ല. ഈ ചേട്ടൻ ലീഫി വെജിറ്റബിൾ സ്പെഷ്യലിസ്റ്റ് ആണെന്ന് തോന്നുന്നു. എല്ലാ ഇലവർഗ്ഗങ്ങളും ഇവിടെയുണ്ട്. അച്ചു മല്ലിയില കണ്ട് നിർത്തി കേട്ടോ. മല്ലിയിലൊക്കെ എത്രയാണ്? $300 ഈച്ച്. ഒന്നിന് ഒരു ബഞ്ചിന് $3 കേട്ടോ. ഗൈസ്, പയർ 2 ബഞ്ചിന് $5. അച്ഛന് ഇഷ്ടമായി, അച്ഛത് വാങ്ങാൻ പോകാം. ക്യാഷ് എണ്ണിക്കൊടുക്കൂ. നേരത്തെ കണ്ട ബീൻസ് ഫ്ലെമിംഗ്ടൺ മാർക്കറ്റിൽ മാത്രം കേട്ടോ കിട്ടുന്നത്. ഇവിടെ എല്ലാത്തിനും പ്രൈസ് ഭയങ്കര കുറവാണ്. $100 ഒരു വീക്ക് സ്പെൻഡ് ചെയ്യുന്നിടത്ത് ഇവിടെ വന്നാൽ ഒരു $60 ആവത്തുള്ളൂ. ഒക്കെ പിന്നെ ഫ്രഷുമാണ്, നിങ്ങൾക്ക് കണ്ടാലറിയാം എത്ര ഫ്രഷാണ് പച്ചക്കറികളൊക്കെ. നമ്മളെ നാട്ടിൽ കണ്ടുവരുന്ന ബസള എന്ന് പറയുന്നൊരു സാധനം കേട്ടോ. ഫ്രഷ് പുതിന ഒരു ബഞ്ചിന് $1 ഉള്ളൂ കേട്ടോ. വലിയൊരു മാർക്കറ്റ് കേട്ടോ ഇത്, അങ്ങറ്റം വരെയുണ്ട്. ആൻഡ് ഇതിനകത്തും മൊത്തം വേറെ സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. വെറും $3 per kg. ഇതിനൊക്കെ സൂപ്പർ മാർക്കറ്റിൽ എന്നാ വില എന്നറിയാമോ? ചേട്ടൻ വാട്ടർമെലൺ കട്ട് ചെയ്യുക കേട്ടോ. കട്ട് ചെയ്ത വാട്ടർമെലനും അവർ ടേസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. അത് വാട്ടർമെലൺ കണ്ടോ. ഇഞ്ചി നോക്ക്, നല്ല തടിച്ചില്ല ഇഞ്ചി ഇടും. ഇതേ അവക്കാടോ കണ്ടോ, ഇതിന് സൂപ്പർ മാർക്കറ്റിൽ ഒരെണ്ണത്തിന് $3. ഇതിപ്പോൾ ഇവിടെ $10 per kg ആണ്. സാധാരണ ഒരു $4 to $6 കിട്ടാറുണ്ട്. ഇവിടെ ബ്രിഞ്ചോൾ ഉണ്ട് $3.5. പഴവും കുക്കുംബറും $2.5. അതുപോലെ ബീൻസ് $6.5 ഇവിടെ വെക്കുന്നത്. ഗ്രേപ്പ് വാങ്ങാൻ പോകട്ടോ. അതെ, മഷ്റൂം എടുക്കാം. കുറച്ച് നല്ല മഷ്റൂം. ഇത് എത്ര 1 kg ഉണ്ടോ? 1 kgക്ക് 10 സാധാരണ 8 പക്ഷേ ഇന്ന് $10 മഷ്റൂം ഉള്ളത്. ഇപ്പോൾ എന്ത് തിരക്കാണ്. പുറത്ത് വലിയ തിരക്കില്ലെങ്കിലും ഉള്ളിൽ ഭയങ്കര തിരക്കാട്ടോ.
ആ ചേച്ചി ലൈച്ചി ടേസ്റ്റ് ഒക്കെ ചെയ്ത് വാങ്ങിക്കൊടുക്കുക. ആണോ? അതാ അവിടെ ആ കുട്ടി ലൈച്ചി ടേസ്റ്റ് ചെയ്ത്. ഓ, എന്താ ആപ്രിക്കോട്ടാണോ? നെക്ടറിൻ അല്ല, അറിയാത്ത കുറെ ഫ്രൂട്ട്സ് സച്ചിൻ പഠിക്കും. അതെ. ഇതെന്താ സാധനം? ഇത് ഷമാമല്ലേ? അല്ല, ഇത് ഹണിഡ്യൂ മെലൺ, പിന്നെ അപ്പത്തിലൊരു മസ്ക് ലെമൺ. ലൈം വേണോ? ലൈം ആൻഡ് ലെമൺ. ലൈം ആൻഡ് ലെമണിന്റെ ഡിഫറൻസ് അറിയോ? ആ, അത് ഞാൻ കാണിച്ചെടുക്കാം ഗൈസ്. ഇതാട്ടോ ലെമൺ. ഇതാ നമ്മളെ നാട്ടിൽ കിട്ടുന്ന സാധനം. അല്ല, ഇത് ലൈമ. ഓ സോറി ഗൈസ്, ഇതാണ് ലൈം. ഇതാ അപ്പുറത്ത് കാണുന്ന മഞ്ഞ കളറുള്ള സാധനമാണ് ലെമൺ. രണ്ടും രണ്ട് സാധനങ്ങളാണ്. ഓക്കെ ഗൈസ്, മിനിയൻസിൻ്റെ പഴമാ പോലും. എനിക്കറിയില്ല എന്താ അതൊന്നും, പക്ഷേ മിനിയൻസിൻ്റെ പഴം. ബ്രിഞ്ചോള വാങ്ങാം. ഓഫ്, എന്താ തിളക്കം! ഇത് എത്രയാ? 1 കിലോന് $3.5. ഏത്? ഓ നോ, കൊള്ളാം. അത് മൂക്കല്ല, അത് മൂക്കാണ്. ഇതിങ്ങനെ മൂക്കല്ലേ? ഇത് മുടി. ഇതാ ഗൈസ്, ഇത് മുടി, ഇത് മൂക്ക്. ഇതാ സബാഷ്. ഒരു ബ്രിഞ്ചോൾ എടുത്തു. ആ കവറൊക്കെ ഇവിടെ തന്നെ ഉണ്ട് ഗൈസ്. അപ്പോൾ അവർ കവറിലിട്ട് നമുക്കത് എടുക്കാം. 170 കറക്റ്റ് 1/2 കിലോ. അച്ചുക്കോവനൊക്കെ തപ്പി 2.8 ഉള്ളൂ കേട്ടോ. നല്ലതാണോ എന്ന് ചോദിച്ചാൽ നേരത്തെ പുറത്ത് കണ്ട കുറച്ചും കൂടി ബെറ്റർ ആയി. ഇത് തക്കാളിയാണോ? ഇതെന്തോ ഒരു ടൈപ്പ് തക്കാളിയാണെന്നാ തോന്നുന്നത്. $8 ബോക്സിന്. ആ തക്കാളി തന്നെയാണോ? ഉറപ്പാണോ? അതിൻ്റെ ഇവിടെ തന്നെ നോർമൽ തക്കാളി ഉണ്ട് കേട്ടോ. ഇത് $8 ഒരു ബോക്സ് മൊത്തം കിട്ടും. ജിഞ്ചർ നേരത്തെ ഞാൻ അവിടെ കാണിച്ചില്ല, അവിടെ 29 പക്ഷേ ഇവിടെ 15. പക്ഷേ അവിടുത്തെ നല്ല ഫ്രഷ് ആയിരുന്നു. ഇത് കുറച്ച് ഉണങ്ങിയതുപോലെ ഉണ്ട്. ടൊമാറ്റോസ് ഉണ്ട് $2.8. അച്ചു തക്കാളികൾ വാരി വിതറിയിടുകയാണ്. ഓക്കെ, നല്ല തുടുത്ത് നിൽക്കുന്ന തക്കാളി മതി. കൊടുത്തോ. എത്ര? 260. താങ്ക് യു. ഇവിടെ 1 കിലോ കറക്റ്റ് വാങ്ങണമെന്നില്ലല്ലേ? ഇപ്പോൾ നമ്മൾ വെയിറ്റ് അനുസരിച്ചിട്ടുള്ള കോസ്റ്റ് കൊടുത്താൽ മതി അല്ലേ? ബോക്സ്ഡ് ഐറ്റം കുറച്ചുകൂടി ചീപ്പർ ആയിരിക്കും, ഹോൾസെയിൽ റേറ്റ് പോലെ. ബ്ലൂബെറീസ് അതിൻ്റെയും ബോക്സ്ഡ് ഐറ്റം ഉണ്ടാവും ചീപ്പർ. ബ്ലൂബെറീസ് 4 for $10. നല്ല ടൊമാറ്റോസ് ഉണ്ടായിരുന്നു 250. ഓക്കെ, അതെ. മഷ്റൂം $16 ഈ മഷ്റൂം. ഇത് ഓസ്ട്രേലിയൻ മഷ്റൂമാണ്. ഇതെന്താ, ബീൻസാണോ? ഒരു ടൈപ്പ് ബീൻസ് ആട്ടോ. $8. ബട്ടൺ മഷ്റൂം എത്ര? ഇതിന് $5. $2 ഈച്ച്. ഓക്കെ, വത്തൊക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടോ. ഇവിടെ വിശക്കുന്നുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാൻ എല്ലാ ഫുഡ് ട്രക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കെബാബും അതുപോലെ ടർക്കിഷ് ഐറ്റം കിട്ടും. പച്ചക്കറി മാത്രമല്ല ഗൈസ്, ടോയ്സ് ഒക്കെ ഇവിടെ കിട്ടും കേട്ടോ. എല്ലാ സാധനങ്ങളും കിട്ടും. ഓ ഫുഡ് ഇതാ ഇവിടെ എന്തൊക്കെ കിട്ടും നോക്കാം. ചിക്കൻ ചീസ്, ചിക്കൻ ചിപ്സ്, ടോയ്സ് കൂടാണ്ട് ഇവിടെ പ്ലാന്റ്സും കിട്ടും കേട്ടോ. $25 ഒക്കെ ഈ ചെടിക്കൊക്കെ. ചെടികളും ഇവിടെ ഉണ്ട്. വലിയൊരു മാർക്കറ്റാണ്. എല്ലാ സാധനങ്ങളും ഇതിനകത്ത് തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. കുറേ നട്ട്സ് ഉണ്ട് കേട്ടോ. വാൾനട്ട്, മക്കഡാമിയ, കാഷ്യൂസ്, ആൽമണ്ട്സ്. ഇവിടെ ഡേറ്റ്സ്, ടർക്കിഷ് ഫിഗ്സ്, ആപ്രിക്കോട്ട്സ്, ക്രാൻബെറീസ്, ജിഞ്ചർ,
ആൽമണ്ട് മെക്കഡാമിയ ഒക്കെ അവൈലബിൾ ആട്ടോ. വീട്ടിൽ വേണ്ട സാധനങ്ങൾ, പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ, ടിഷ്യൂ പേപ്പർ അതൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ക്ലീനിങ്ങിന് വേണ്ട സാധനങ്ങളൊക്കെ അവൈലബിൾ ആണ്. മാച്ചി എന്ന് വെച്ചാൽ നമ്മളെ ചൂൽ. സോക്സ് അത് ഉറങ്ങുമ്പോൾ ചൂടിനിടുന്നതാണ്. ഇതിവിടെ വേറൊരു ഫുഡിൻ്റെ ഔട്ട്ലെറ്റ്. സ്ട്രോബെറി ഈ മൊത്തം ഒരു ബോക്സ് $10, അതായത് നാട്ടിൽ ഏകദേശം ഒരു 530 രൂപ. ഇത് മാൻഡറിൻസ് ആട്ടോ, സീഡ്ലെസ് ഓറഞ്ച് ആട്ടോ. ഇത് വലിയ ഓറഞ്ച്. ഈ ഒരു ഫുൾ മൊത്തം ബോക്സിന് $5 ആട്ടോ. ഈ ബോക്സ് വാങ്ങുന്നതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇതിനടിയിൽ ചിലപ്പോൾ അവർ കൊള്ളാത്ത കേടായ ഓറഞ്ചൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ അതെ, പക്ഷേ കറക്റ്റ്. എഗ്ഗ് ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ കുറച്ചേ കൊടുക്കുള്ളൂ, കാരണം ഇപ്പോൾ എഗ്സിന് ഷോർട്ടേജാണ് ഇവിടെ. ഒരു ട്രേ എഗ്ഗിന് $14, 700 ഗ്രാംസ് ഉണ്ട്. 30 എഗ്സിന് 14, ഭയങ്കര ചീപ്പാട്ടോ ഇവിടെ. നമ്മൾ സൂപ്പർ മാർക്കറ്റ് കമ്പയർ ചെയ്യുമ്പോൾ സൂപ്പർ മാർക്കറ്റിൽ $7 10 കിട്ടുള്ളൂ. അകത്ത് തിരക്കായത് കാരണം നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. കുറേ ആൾക്കാരൊന്ന് തട്ടിയിട്ടൊക്കെ പോയി. സോ ഇതാ ഇവിടെ ഹെർബ്സ് ആൻഡ് സ്പൈസസ് എന്നൊരു ഷോപ്പാണ്. അപ്പോൾ ഇവിടെ സീസണിങ്ങും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. കുറേ ഇന്ത്യൻ സ്പൈസസും ചിക്കൻ സ്പൈസസ്, ബാർബിക്യൂ സ്പൈസസ് പോലുള്ള കുറേ ഐറ്റംസ് അവൈലബിൾ ആണ്. സ്പൈസ് ലെവലിനനുസരിച്ചുള്ളതുണ്ട്, മൈൽഡ്, ഹോട്ട്. അതെ, വേറെ രാജ്യത്തിൻ്റെ സ്പൈസസ് വരെ അവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഗൈസ്, നിങ്ങളിത് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടോ? നമ്മളിപ്പോൾ ഫിഷ് മാർക്കറ്റിലെത്തി കേട്ടോ. കുറേ ടൈപ്പ് ഫിഷ് ഉണ്ട്, പക്ഷെ ഇവിടെ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല എല്ലാ ആൾക്കാരായ കാരണം. ഗൈസ്, പ്രോൺസ് ഒക്കെ ഉണ്ട് കേട്ടോ. പ്രോൺസിന് $18. ഇവിടെ നാട്ടിൽ കിട്ടുന്ന പല മീനുകളും കിട്ടും. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ തന്നെ മത്തി, അയില, ഞണ്ട്, പ്രോൺസ് അതുപോലെ എല്ലാ മീനുകളും ഇവിടെ കിട്ടുന്നതാണ്. പ്രൈസ് പോയിൻ്റ് ഓഫ് വ്യൂയിലും ഇവിടുത്തെ റേറ്റ്സ് ഒക്കെ വളരെ റീസണബിൾ ആണ്. നാട്ടിലത്തെ വാല്യൂ വെച്ച് നോക്കുമ്പോൾ ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഇവിടെ കാണാൻ പറ്റുന്നുള്ളൂ. മീനുകളൊക്കെ നോക്കുക, എത്ര വെറൈറ്റി മീനുകൾ അവൈലബിൾ. നമ്മുടെ നാട്ടിൽ എത്ര മീനൊന്നും ഉണ്ടാവില്ലല്ലോ. അയ്യോ, അത് റെഡ് സ്നാപ്പറാണ്. ഇതാട്ടോ എൻ്റെ ഫേവറേറ്റ് മീൻ. നല്ല ടേസ്റ്റുള്ളൊരു മീനാണ് ബറാമണ്ടി. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഫ്രൈഡ് പാൻ സ്നാപ്പർ ഉണ്ട്. അതിനപ്പുറത്ത് എന്താ, സുലൈമാനോ അല്ല, സാൽമൺ. എന്താ ഒരാൾക്കൂട്ടം ഇവിടെ എന്തോ വാങ്ങാനുള്ള തിരക്കാട്ടോ. എല്ലാവരും ലൈച്ചിയ. അയ്യോ ചേച്ചി, എല്ലാവരും തിന്ന് നോക്കിയൊക്കെ വാങ്ങും കേട്ടോ. നമ്മുടെ നാട്ടിലെ മത്തി കുറച്ചേ ഉള്ളൂ, തീർന്നാ തോന്നുന്നു. മത്തിക്ക് എത്രയാ? $8 കേട്ടോ 1 കിലോന്. നാട്ടിലെ 400 രൂപ. കാണാൻ കൊള്ളില്ല, വലിയ ഫ്രഷ് ഇല്ലാത്ത പോലെയാണ്. അതായത് എൻ്റെ വേറൊരു ഫേവറേറ്റ് മീനാട്ടോ, പോംഫ്രറ്റ്. നമ്മളെ നാട്ടിലെ ആവോലി, അല്ലെങ്കിൽ നമ്മളെ നാട്ടിൽ മാഞ്ചി. ഓക്കെ, എൻ്റെ വീട്ടിൽ മാഞ്ഞി എന്നാണ് പറയുന്നത്. എന്താ ബറാമണ്ടി, ഇതെൻ്റെ വേറൊരു ഫേവറേറ്റ് ആട്ടോ. ഞാനെപ്പോഴും ഫിഷ് വാങ്ങുന്ന ചേട്ടന്മാർ ഇവർ സ്വീറ്റാണ്. ചിരിച്ച് നമുക്ക് വേണ്ട സാധനം എല്ലാം തരും, വേണ്ട പോലെ ചെറിയ കട്ടൊക്കെ ആക്കി തരും. പോംഫ്രറ്റ് വാങ്ങണോ ബറാമണ്ടി വാങ്ങണോ എന്ന് അടിയാം നമ്മൾ. പോംഫ്രറ്റ് വാങ്ങാം. പോംഫ്രറ്റ് വേണ്ട, പോംഫ്രറ്റ് നമ്മൾ കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ചത്. അതിന് 15 ഇതിന് 12. ഇത് കൂടുതൽ ടേസ്റ്റിയാണ്. ഇവിടെ നമുക്ക് വേണ്ട മീൻ നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. അതെടുത്താലോ? ചേട്ടൻ തിരക്കില്ല. ഹൈ, can we have that one? Yeah, we'll go that. Yeah, cut and clean. Yeah, $20 ആട്ടോ നമ്മളിപ്പോൾ വാങ്ങിച്ച മീനിന്. അപ്പോൾ അത് വെറുത്താണ്, കാരണം അത്യാവശ്യം വലുതാണ്. ഇവർ തന്നെ ഇവിടുന്ന് കട്ടൊക്കെ ചെയ്ത് തരും കേട്ടോ, ക്ലീൻ ചെയ്ത് ചെറിയ പീസൊക്കെ ആക്കി തരും. സെറ്റാണ്. മാത്രം മീനുകൾ നിങ്ങളെവിടെയും കണ്ടിട്ടുണ്ടോ? ഗൈസ്, എൻ്റെ മോനെ ഇതിൻ്റെ സൈസൊക്കെ നോക്കിയാൽ തിരക്കാട്ടോ. ഇല്ലെങ്കിൽ ഞാൻ അകത്ത് പോയി കാണിച്ചു തന്നെ. അച്ചു ഇപ്പോഴും നമ്മളെ ഫിഷിന് വേണ്ടി വെയിറ്റ് ചെയ്യാട്ടോ. അവിടെ എപ്പോൾ വരുമെന്ന് കാത്ത് നിൽക്കും അച്ചു. പാവം, കുറേ സമയം. കലമരി
കലമറി $24 കേട്ടോ. അതുപോലെ ടൈഗർ പ്രോൺസും ബാക്കിയുള്ള പ്രോൺസും ഇവരിങ്ങനെ റീഫിൽ ചെയ്തുകൊണ്ടാവും കേട്ടോ, ഫിനിഷ് ആവുന്ന പോലെ. നല്ല ഫ്രഷ് മീനായിരിക്കും ഇവിടുത്തെ, അതാണ് ഇവിടുത്തെ അഡ്വാൻറ്റേജ്. കോസ്റ്റൽ ഏരിയ ആയതുകൊണ്ട് എല്ലാ ടൈപ്പ് മീനും കിട്ടും. പടക്കണ ക്രാബ് കണ്ട ഗൈസ്, പടക്കുന്ന ക്രാബ്. അമ്പനെയും അല്ല പടച്ചു, ഈ പാവപ്പെട്ട ഞമ്മളെയും. ഇതാട്ടോ ക്രാബിൻ്റെ റേറ്റ്. ഇവിടെ ഫിഷ് മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു മാർക്കറ്റ് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഇത് നമ്മുടെ പാഡീസ് ഫ്ലമിംഗ്ടൺ മാർക്കറ്റിലെ ഒരു ഭാഗമാണ്. പക്ഷേ ഫിഷ് മാർക്കറ്റിനൊരു സെപ്പറേറ്റ് മാർക്കറ്റ് ഉണ്ട് ഇവിടെ. അത് സിറ്റി സൈഡിലാണ്. അയ്യോ മഴ കേട്ടോ. മാംഗോസ് 4 മാങ്ങക്ക് $10 കേട്ടോ. ലൈച്ചീസ് 16. ഏത് പിങ്കും അത് ഗ്രീൻ ആപ്പിൾ കേട്ടോ. ഗ്രീൻ ആപ്പിൾ 3, പിങ്ക്സിനാണെങ്കിൽ 2.5. അതിൻ്റെ അപ്പുറത്ത് ഫൂജി ആപ്പിൾ ഉണ്ട്. ഫൂജിയാണോ ഫിജിയാണോ? ഫൂജിയാണല്ലേ. $2.5 എടുത്തോ. പപ്പായ കിലോന് $3.5 കേട്ടോ. പോംഗ്രാനൈറ്റ് 4 ഉള്ളല്ലോ. പ്രൈസി ആണോ? ഇപ്പോൾ പ്രൈസ് കുറഞ്ഞതാ, ഇല്ലെങ്കിൽ അതിന് $12 ഒക്കെ. ക്യാബേജ്, കോളിഫ്ലവർ പക്ഷെ ചെറുതാ. വേണോ? ഒന്നെടുത്താലോ? ഇത് നല്ലില്ല, നമുക്ക് അങ്ങ് നോക്കാം. നല്ലില്ല. കരിക്കിത് തായ്ലാൻഡിൽ നിന്ന് ഇമ്പോർട്ടഡ് ആയിരിക്കും ചിലപ്പോൾ. അല്ല, ഇത് ഓസ്ട്രേലിയന. 3 എണ്ണത്തിന് $5. ഇത് നല്ല ബ്ലാക്ക്, നല്ല പ്ലം കേട്ടോ. സ്വീറ്റ് പൊട്ടാറ്റോസ്, നല്ല വേരിയൻസ് ഉണ്ട്. അതെ, വെള്ള സ്വീറ്റ് പൊട്ടാറ്റോ, പിങ്ക്, ബ്രൗണ് എല്ലാ വേരിയൻസും ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ നേരത്തെ കണ്ട വേറൊരു വേരിയൻറ്റ് ടൊമാറ്റോ ആണ്. $5 kg. ഇവരേത് ഭാഷ സംസാരിക്കുന്നു? നല്ല വേണ്ടല്ലോ, വലിപ്പമല്ലേ ലൈം കേട്ടോ. നല്ല ലൈമ. ഇത്ര വലിയ ലൈം വേണോ? 1 kilo? It's 1 kilo bag. 1 kilo bag. ലൈം ഇല്ലത് കാരണം നമുക്ക് ലൈം വേണ്ട. അയ്യോ പുറത്ത് ഭയങ്കര മഴ കേട്ടോ. നമുക്ക് ഇന്ത്യൻ സ്ട്രീറ്റിൽ പോവാം. ഇന്ത്യൻ ചേട്ടന്മാർ നമ്മുടെ ഇന്ത്യൻ സാധനങ്ങൾ വിൽക്കുന്ന സാധനം. കറിവേപ്പിലൊക്കെ കിട്ടും അവിടെ. വാഴയില കിട്ടും. ഓ നൈസ്. ഓ ഇന്ന് നല്ല റെയിനി ഡേ കേട്ടോ. മഴയ്ക്ക് വരുന്നുണ്ട്, കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷെ പുറത്ത് നല്ല മഴയാണ്. ഓ ഡ്രാഗൺ ഫ്രൂട്ട് $14. ഇത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇച്ചിരി അറേഞ്ച് ചെയ്ത് വെച്ച് പൊളി. നാട്ടിൽ കിട്ടുന്ന പച്ചക്കായ കേട്ടോ, $7. വേണോ? വേണമെങ്കിൽ എടുത്തോ, ഒന്നും എടുത്തോ. ഇത് നമ്മൾ വീണ്ടും കിഴങ്ങ്, ജാപ്പനീസ് കിഴങ്ങ് കേട്ടോ. ക്യാരറ്റ് $1.5. ബ്രോക്കലി 4.5. ഇവിടെ കോളിഫ്ലവർ നല്ലുണ്ട് കേട്ടോ, $4. ലെറ്റസ് 1.5. ചെറി ബോക്സ് നോക്ക് $10. ഈ മൊത്തം ബോക്സ് അല്ലേ? ഇങ്ങനെ ബോക്സായി ഫാമിലിയൊക്കെ ഉണ്ടെങ്കിൽ ബോക്സായി വാങ്ങുന്നതായിരിക്കും ലാഭം കേട്ടോ. എപ്പോഴും തിരക്കായിരിക്കും കേട്ടോ, സ്ഥലം ഉണ്ടാവില്ല. ആ എൻഡിലാട്ടോ ഇന്ത്യൻ ലൈനുള്ളത്. അവിടെ നമുക്ക് വേണ്ട കറിവേപ്പിലയും കാര്യങ്ങളൊക്കെ കിട്ടും. ഈ ചേട്ടൻ എന്താ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത്. ഇപ്പം മാങ്ങ ടേസ്റ്റ് ചെയ്ത് വാങ്ങാനുള്ള പരിപാടി. മുരിങ്ങ ഇലയൊക്കെ ഉണ്ട് കേട്ടോ. $4 ഒരു ബഞ്ച് മുരിങ്ങ ഇല. അത് $7 ഇത് താഴെ. അല്ല, 2 എണ്ണത്തിന് 7. പീര, ഇത് ഡാർക്ക് പാവക്ക, പച്ചപ്പാവക്ക, ബീൻസ്, വെള്ളരിക്ക ഉണ്ട് കേട്ടോ. നമ്മളിതുവരെ കണ്ടിട്ടില്ല, ഇത് ആദ്യമായിട്ടാണ് ഇവിടെ വെള്ളരിക്ക കാണുന്നത്. $4. ഓസ്ട്രേലിയൻ മേഡാട്ടോ. ഇത്ര വലിയ സൈസിലെ വാഴക്കൂമ്പ 10 1 കിലോന് $10. അത് എവിടെ പച്ചമഞ്ഞൾ? ഓ മഞ്ഞൾ, ഞാൻ വെച്ചത് ജിഞ്ചറാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എൻ്റെ മാർക്കറ്റിങ്ങിലുള്ള. അതെ, മാർക്കറ്റിൽ വന്ന് സാധനം വാങ്ങുന്നു. മാർക്കറ്റിംഗ്. വഴുതിരിങ്ങ $2 ഉള്ളൂ. ഇതിൻ്റെ കളർ നോക്കിയേ.
പച്ചമുളകും കറിവേപ്പില കണ്ടോ, കറിവേപ്പിലയ്ക്ക് $2 നല്ല ഉണ്ട്, എടുത്തോ. ഉണ്ടോ കാശ്? പച്ചമുളക് കേട്ടോ, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെയല്ലോ, വന്നെരിവ. ഒരു മുളക് ഇട്ടാൽ തീർന്നു അല്ലേ? പിന്നെ 2 ദിവസം അകത്തായിരിക്കും. യു നോ വാട്ട് ഐ മീൻ. അതെ, 2 ദിവസത്തേക്ക് ആഘോഷം. കോവക്കൊക്കെ $7 ഉള്ളൂ, $8. അയ്യോ, ഭയങ്കര ചാർജ്. അതെ, ഇത് നമ്മളെ നാട്ടിൽ കിട്ടുന്ന പച്ചമുളക് കേട്ടോ. ഇതിന് 1 കിലോന് $18. എൻ്റെ മോനെ, 18. കേസ് ഞാൻ നേരത്തെ പറഞ്ഞ പച്ചമുളകില്ലേ, 2 ദിവസം പോയാലും കുഴപ്പമില്ല, അത് മതി. സ്റ്റിക്സും പടവലങ്ങയും കപ്പയും തേങ്ങയും ബീൻസും ഇവിടെ എല്ലാം കിട്ടും. അതെ, ഈ ഇല എന്തിനാ യൂസ് ചെയ്യുന്നറിയോ? ഈ ഇലയോ? താളില പോലെ. ഇത് പത്രോട. നമ്മളെ നാട്ടിലൊരു ഡിഷാണ് പത്രോട, അതുണ്ടാക്കാൻ യൂസ് ആക്കും, അതല്ലാണ്ട് എനിക്കറിയില്ല. ശരി, അങ്ങനെ നമ്മൾ പുറത്തെത്തി, മഴയും ചെറുതായിട്ട് തോർന്നു. നിങ്ങൾക്ക് യൂണിറ്റ് നമ്പർ ഇങ്ങനെ, ഇതിപ്പോൾ 5 എൻട്രൻസ്, ഇങ്ങനെ വെച്ച് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം എവിടെ സ്റ്റോൾസ്. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് ചെയ്യുക. ഇനി എന്തെങ്കിലും പച്ചക്കറിയുടെ വില അറിയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സച്ചിൻ പറഞ്ഞു തരുന്നതായിരിക്കും. അതെ, ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഷോപ്പിംഗ് നമ്മൾ എൻഡ് ചെയ്തിരിക്കുക. അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് പോവാം. ഇന്ന് എന്തൊക്കെ പച്ചക്കറികൾ പഠിച്ചു എന്നുള്ളത് വീട്ടിൽ പോയി നമ്മൾക്കൊരു ലിസ്റ്റ് ഉണ്ടാക്കാം. നമ്മൾ ഓൾമോസ്റ്റ് ഒരു $50 സ്പെൻഡ് ചെയ്തല്ലേ? മോർ ദാൻ 50 ആയി തോന്നുന്നു. ഫിഷിന് തന്നെ $20 ആയില്ലേ? അതെ. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ഗുഡ് ബൈ. കാലി ഉണ്ടായതാ ഗൈസ്, ഫുള്ളായി $50.